എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് പപ്പ വന്നിട്ടുണ്ട്. ഇത് പുതിയൊരു അതിഥിയാണ്. പപ്പയുടെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആശാനും പപ്പയും ഞങ്ങൾ എല്ലാരും കൂടെ മല കയറാൻ പോവാ. എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 4-ാം ബ്ലോക്ക് ആണ്. ഇടുക്കി ജില്ലയുടെ അതിർത്തി, എറണാകുളം ഇടുക്കിയുടെ അതിർത്തി. നല്ല പ്ലാവ്, നല്ല ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഒരു മയിലൊന്നുമില്ല, എന്നാലും നല്ല പ്രകൃതി ഭംഗിയുള്ള കേട്ടോ. കാന്താരി മുളക് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പശുവുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇത് നിങ്ങൾ വന്ന് കണ്ടാലേ വിശ്വസിക്കുള്ളൂ. പപ്പ ഒരു 10-30 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. 30 വർഷത്തിന് മുകളിലുണ്ട് കേട്ടോ. 30 വർഷത്തിന് മുകളിലുണ്ട്. ഇപ്പോഴത്തെ പ്രകൃതി ഭംഗി ഈ പ്ലാവിൽ കയറി ചക്ക ഇട്ട് ഞാൻ തിന്നേക്കണാണ്. ഇത്രയും പോരെ, മതി. നീ ഇത് കണ്ട് പഠിക്കും. ഈ മലകളെ കയറി ഒരു വ്യക്തിയാണ്. നല്ലൊരു ഇതാട്ടോ. നമുക്ക് നല്ല പ്രകൃതി ഭംഗിയുള്ള ഉറപ്പാ. പശുവിനെ കറക്കാൻ പോകട്ടോ. തിമ്മങ്കലം പാറ ഇതുണ്ടോ, അതിന്റെ കണ്ണുണ്ടോ, ഇതതിന്റെ വായാട്ടോ. ഇത് എന്നെ പിടിച്ച് മിഴുങ്ങൂട്ട സാധനം. അത്ര വലിയ പാടല്ല ഇത്. ഭീകരന വാ പിടിച്ചിരിക്കണില്ല. ഭയങ്കര പാടട്ടോ. ഇത് നമ്മളെ മിഴുങ്ങും. ഇതിന്റെ അടിയില് മഴ നനയില്ല. കയറിയിരിക്കാം. പൊക്കത്ത് കയറിയ കുഴപ്പമില്ല. ആനപ്പുറത്ത് ഇരിക്കാൻ പറ്റും. നല്ല സുഖ. അതിന്റെ മുകളിൽ കയറാൻ പാടാ, എന്നാലും കുഴപ്പമില്ല. സുഖമായിട്ട് കയറാം. കയറിയിരിക്കാൻ നല്ല സൗകര്യം ഉണ്ട്. മഴ പിടിക്കുന്നില്ല. ആ തിമ്മിങ്ങനൊക്കെ മാറുന്ന അതിന്റെ പ്രാവിന്റെ വാവ വയ്ക്കുന്നോട് ഭയങ്കര ഞാൻ കൂട്ടുകാരന്റെ വീടാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് ഈ കന്നേരമുളക് ചീനിയൊക്കെ ഇത് പഴയ വരെയാ. എങ്കിലും ഇവിടെയുള്ള ആൾക്കാരെ നമ്മളെ കൂട്ടുകാർ എന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയി. എന്തായാലും എന്നെ ഏൽപ്പിക്കുക. ഞാൻ ഇവിടെ കിടക്കണ അവിടെ നിന്ന് എടുക്കാം. നമുക്ക് കരിയാപ്പില, നല്ല കരിയാപ്പില എത്രന്ന് എടുക്കാം. ഇത് നോക്കിയാൽ ഞങ്ങൾ ഇവിടെ കൊണ്ടാണ് ജീവിക്കണം. ഇതുണ്ടോ, ഇതുണ്ടോ നല്ല കരിയാപ്പില. ഇത് കറിക്കകത്തിട്ട് എന്നാ ടേസ്റ്റാന്ന് പറയോ. ഉണ്ടോ, ഇത്ര നല്ല കരിയാപ്പില എവിടെയും കിട്ടുമോ? കടയിൽ പോയാൽ ഇത് കിട്ടില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയല്ലേ സാധനം. ഇത് നാടൻ കരിയാപ്പില. ഇത് നല്ല നല്ല മണം കേട്ടോ. പാർപ്പുറത്ത് ഒഴിച്ച് കപ്പ ഒഴിഞ്ഞ് തിന്നാനായിട്ട് ഞങ്ങൾ പോവാം. ഇത് നോക്കിയാൽ ഈ കരിയാപ്പില ഉണ്ടോ, കാന്താരിമുളകുണ്ട്. ഇതുണ്ടോ, കാന്താരിമുളകുണ്ടോ, കണ്ടോ, നല്ല എരി കേട്ടോ. വരുവാണെങ്കിൽ ഇതുണ്ടോ, ഇഷ്ടം മുളകുണ്ട്, നല്ല സൂപ്പർ കേട്ടോ. അവിടെ പോയി ഞങ്ങൾ ഒരു കപ്പ ഒഴിഞ്ഞ് തിന്നാൻ പോവാ കേട്ടോ. നല്ലൊരു വെള്ളം കാണിച്ചു തരാം കേട്ടോ. ഞാൻ പാത്രം കൊണ്ടാണ് വന്നെ കേട്ടോ. ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട്. ഇത്ര പാട് കഴിച്ച ഈ നമ്മുടെ കുഞ്ഞു കിണറാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഒത്തിരി താഴ്ചയിലുള്ള കിണറുണ്ട്. പക്ഷേ ഇതിന് മുകളിലായിരിക്കും വെള്ളം നിൽക്കണം കേട്ടോ. ഞാൻ വെള്ളം എടുക്കാൻ പോവാം. വെള്ളം കിട്ടിയാന്ന് വെച്ചാൽ ഇത്ര വലിയ വാഹനങ്ങൾ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയേക്കണമായിരിക്കും. റോഡിലേക്ക് നമ്മൾ ഒത്തിരി താഴ്ച ഈ 5 അടി താഴ്ചയുള്ളൂ കിണറ്റിൽ വെള്ളം. 5 അടി താഴ്ചയുള്ളൂ. ഇത് നല്ല ശുദ്ധമായ വെള്ളം, നല്ല പച്ച വെള്ളം. നമുക്ക് കിണറ്റിലേക്ക് വാ. നല്ല വെള്ളം കേട്ടോ. അത് കണ്ട് ഈ കരിയാപ്പ ഇത് ഓടിക്കില്ല കേട്ടോ. കരിയാപ്പ പിടിച്ച് എടുക്കില്ല കേട്ടോ. കരിയാപ്പ കേട്ടോ, നല്ല മണം ഉണ്ട് കേട്ടോ. ഇത് ചോദിക്കാം, നല്ല കുഞ്ഞു കരിയാപ്പില. ഇത് നോക്കിയേ, നല്ല അടിപൊളിയാണ്. ഈ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടാവില്ല. അല്ല, ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടാവില്ല. നല്ല വെള്ളം. 90 അടി പൊക്കത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കണം. നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം. അതിൻ്റെ അടിയിൽ നമുക്ക് സിറ്റിയിൽ വെള്ളം പറ്റുക.
ഈ വെള്ളം പറ്റില്ലാത്ത വെള്ളം. ശരിക്കും ഒരു അത്ഭുതമാണ്. ഇത്ര ഹൈറ്റിലാണ് നമ്മളെ അവിടെ കണ്ട താഴ്ച പറഞ്ഞ നല്ല വെള്ളം. ഇത് നമ്മൾ ഇതിപ്പോ കാലുപിടിച്ച് ഇപ്പൊ വെള്ളം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഇത് ഈ വേനക്ക് ഇവിടെ വന്നുവെച്ചാ ഇതുണ്ടോ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കോരിട്ട് ഇത് നോക്കിയാ കൊതിയാവാ. ഇത് നോക്കിയാ നല്ല വെള്ളം കേട്ടോ. ഇത് പറ്റില്ലാത്ത വെള്ള. ഇത് നോക്കിയാ എന്നെ സുഖം നോക്കിയാ ഇതുണ്ടോ ഇത്ര നല്ല വെള്ളം. നല്ല ടേസ്റ്റാട്ടോ വെള്ളം. ഓ പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര നല്ല വെള്ളം. ഇതെങ്ങനെ കളയാൻ എനിക്കറിയാൻ പാടില്ല. ഇത് കളയാൻ തോന്നുന്നില്ല, ഇത് ഇട്ടേച്ച് പോകാൻ തോന്നുന്നില്ലാത്ത അവസ്ഥയായിട്ട് അല്ലേ. ഇത് നോക്കിയാൽ നല്ല വെള്ളം. അത് വെള്ളം കിട്ടിയിട്ട് നമുക്ക് അത് നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമുക്ക് അതേപോലെ കാര്യം ചെയ്യാം. കപ്പ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അത് മതി. ഇനി ഞങ്ങൾ പോകട്ടോ. ഞങ്ങൾ മുകളിൽ വരെ പോയിച്ചോട്ടെ. ഇതിലെ പോവാം കേട്ടോ. ഞങ്ങൾ ഇച്ചിരി കപ്പ പുഴുങ്ങാനായിട്ട് ഒന്ന് ചെയ്യാനുണ്ട്. അടച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ. ബാ ഈ എൻ്റെ പുറകെ പോരാട്ടോ. ഇനി മുമ്പ് പോരാ വീടൊന്നുമില്ല. നല്ല കിണർ നല്ല പച്ചവെള്ളം നല്ല കപ്പയൊക്കെ പോകണം. ഇനി പോരാ നല്ല സൂപ്പറായിട്ടോ. നല്ല നെല്ലിക്ക വെച്ചാണോ നല്ല ചക്ക എടുക്കാൻ നോക്കി എന്തോരം ഇതാണെന്ന് അറിയോ. അതിനാന്നറിയോ നല്ല മൂട്ടയൊക്കെ. അതെ ഇതിലെ ഇങ്ങനെ കടന്നു വന്നു കേട്ടോ. ഇത് വന്നിട്ട് നല്ല പഴുത്ത കുടുക്കും പിന്നെ കുടുക്ക കുത്തിക്കണം. നല്ല ചുവന്ന മുളക്. ഇത് നോക്കിയാൽ നല്ല ഏരിയ കേട്ടോ. ഇത് നോക്കിയാൽ നല്ല മുളക് കേട്ടോ. ഇത് എത്ര ഇത് കാശ് കൊടുത്താൽ കിട്ടില്ല കേട്ടോ. ഇത് മുകളിൽ ഒന്ന് പറിക്കാനാണ് പാട് കേട്ടോ. നിങ്ങൾ പറിച്ച് മാങ്ങ അരച്ച കേട്ടോ. ഇത് നോക്കിയാൽ നല്ല പഴുത്ത് കുടുക്ക കുത്തിക്കണം. ഇത് കണ്ടോ. ഇത് കണ്ട് 50 വർഷം ഉറപ്പായി. 50 വർഷം പ്രായമുള്ള മരമാണത്. ആ അതെ 50 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ മരത്തിന്. അതെന്നുവെച്ചാൽ ഞാൻ ഇത് വെട്ടിക്കൊണ്ടിരുന്ന ഈ സൈഡൊക്കെ ഞാൻ വെട്ടിക്കൊണ്ടിരുന്ന നല്ല മരം. അതെന്നുവെച്ചാൽ 50 വർഷം പ്രായമുണ്ട് ഈ മരത്തിന്. നല്ല റബ്ബറോ. കൈ എത്തണ സ്ഥലം മുഴുവൻ വെട്ടിയെടുത്തു. വെട്ടിയെടുത്തു. എന്നാലും വീണ്ടും പാലുണ്ട്. വീണ്ടും പാലില്ല. ഇവിടുന്ന് ഇങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാണല്ലോ ഇവിടെ തെറ്റാട്ടോ. മക്കളെ ഒരു രക്ഷയില്ല. അന്യായ കയറ്റം. അത് ഒരു രക്ഷയില്ല. മടുത്തു. ഈ മുള്ളം പന്നിയെന്ന് പറയും. മുള്ളനുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. കുത്തി മൃഗങ്ങളുടെ മൃഗങ്ങളെ ഇതുണ്ട് തിന്നക്കണുണ്ടോ. അത് ചൊറിച്ചിൽ പോലെ വരുകയും ചെയ്യും. അവർക്ക് തിന്നുകയും ചെയ്യാം. അവിടെ നിൽക്കട്ടോ. 2 നെല്ലിക്ക എന്നെ വയൽ വെള്ളം പറ്റിയല്ലോ. അങ്ങോട്ട് കയറാൻ ഇങ്ങോട്ട് നെല്ല് കയറും കേട്ടോ. അതിന് നെല്ലിക്ക പറിക്കാൻ വേണ്ടിയിട്ടാ പാട്. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കയറാം. കുഴപ്പമൊന്നുമില്ല. എന്നാലും കയറാം. ഇത് നമ്മൾ കയറി കേട്ടോ. നെല്ലിക്ക കുരുമുളക് വേണോ? കുരുമുളക് വേണ്ട. നെല്ലിക്ക കേട്ടോ. അടിപൊളി കേട്ടോ. സൂപ്പറാണ്. ഇതൊക്കെ ഞാൻ പറ്റിയ നെല്ലിക്ക. ഇതാ നല്ല നെല്ലിക്ക കേട്ടോ. ഇത് ചിന്തിക്കാന്ന് നെല്ലിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഓ എന്നെ ടേസ്റ്റാന്ന് പറയാം. ആ പറഞ്ഞ 10 തിന്നോ കേട്ടോ. മുകളിലുണ്ട് അല്ലേ. സൂപ്പർ കേട്ടോ. നിക്കാ അവിടെ നോക്കാം. നെല്ലിക്ക കിട്ടില്ല. ഇതാ ഒറിജിനൽ നെല്ലിക്ക. അത് പോട്ടെ. അതാ എനിക്ക് കേട്ടോ. അത് സൂപ്പർ. നല്ല വെള്ളമുണ്ട് കേട്ടോ. നല്ല നെല്ലിക്ക കേട്ടോ. നല്ല നെല്ലിക്ക. ഇതാണ് ഇതിനൊക്കെ കണ്ടു പഠിക്കണം കേട്ടോ. ഇതാണ് ഇതിനുണ്ടോ. തുണി നല്ല തുണിയാണ്. കുഴപ്പമില്ല കേട്ടോ. കേട്ടോ അത് മലക്ക് വേണോണ്ടോ. ഞാൻ നല്ല തുണിയാവും. ഞങ്ങളുടെ വീഡിയോയിലെ വേഷം ഇതാ. വീഡിയോക്കകത്തുള്ള വേഷം ഇതാ. ഇതൊക്കെ ഞാൻ വെട്ടിച്ചാക്കിയത്.
ആ മുളക് ഇപ്പോഴും വീട്ടിലിരിക്കും. ഇത്തേലെ കോഴിമുളക് വീട്ടിൽ ഇപ്പോഴും ഇരിക്കണമെന്ന് ഒന്ന് അറിഞ്ഞിട്ട് കേട്ടോ. ഭയങ്കര നെല്ലിക്ക പറിക്കാൻ ഭയങ്കര കുറവട്ടോ. നെല്ലിക്ക ചില്ലിക്കല്ലോ നെല്ലിക്ക കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങ് താഴത്തേക്ക് പോകുന്നതായി. ഇത് ധാരാളം നെല്ലിക്കല്ലോ. കളയല്ലോ കേട്ടോ. നല്ല നെല്ലിക്ക കേട്ടോ. ഇതാ നെല്ലിക്ക. കൈ പിടിച്ചു, അതങ്ങനെ പിടിച്ചു, ചടിക്കണ്ട കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ സാധനം. ആ മലയാളം കളയാനാണെങ്കിൽ ഞാൻ എനിക്ക് പറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല കളയല്ല. ഇഷ്ടം പോലെ കൈ നിറച്ച് സാധനം പറിച്ചു കിട്ടിയില്ലേ? കളയല്ല. എടുക്കാം, നമുക്ക് ചാടിപ്പോയി എടുക്കാം. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, എന്നാലും കയറിയാലും കുഴപ്പമില്ല. കളയല്ല കേട്ടോ. പോലെ നല്ല അടിപൊളിയാ, നല്ല സൂപ്പർ സാധനം. ഇത് പറഞ്ഞ തിന്നു നോക്കി. അടിപൊളിയാ. ഇത് നോക്കിയാൽ നല്ല നെല്ലിക്ക. ഇതുണ്ടോ ഇപ്പം പറിച്ചോളൂ. ഓർണം ഞാൻ പറിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതുണ്ടോ ഇപ്പം പറിച്ചോളൂ തന്ന. നമ്മളെ ഈ നെല്ലിക്ക എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഈ സാധനമാണ് ഏറ്റവും നല്ലത്. ഇതിന് വെള്ളം പറ്റില്ല. നെല്ലിപ്പല കിണറ്റിലിട്ടതുകൊണ്ട് കാര്യമില്ല. ഇത് തിന്നാലേ നമുക്ക് ഗുണമുള്ളൂ. നല്ല നെല്ലിക്ക നോക്കിയാൽ ഇപ്പം പറ്റത് നോക്കിയാൽ കുരങ്ങ് പറിക്കൂലേ? കുരങ്ങ് പറിക്കും. നമ്മൾ കുരങ്ങോ ശല്യമുള്ള കാലാണ്. റബ്ബർ പാലും ഇടില്ല, കാന്താരും കൂടെ പറിക്കില്ല. കുരങ്ങ് ഭയങ്കര ശല്യമാണ്. നെല്ലിക്ക അതിന് മുകളിൽ കയറി പറിക്കില്ല. അതുകൊണ്ട് അങ്ങ് ഒടിഞ്ഞാടി പോകുമല്ലോ. വേണ്ട നല്ല നെല്ലിക്കല്ലേ. പിന്നെ വലിയ കയറ്റമാണ്. നമുക്ക് നോക്കാം കയറാൻ പറ്റുമോ. മല കയറി പകുതി എത്തിയിട്ടുണ്ട്. അപ്പൊ നെല്ലിമരത്തിൽ നിന്ന് പപ്പ നമുക്ക് നെല്ലിക്കൊക്കെ പറിച്ചു തന്നു. അതും കഴിച്ച് വെള്ളം കൂടെ കുടിച്ചിട്ട് കേട്ടോ. മധുരല്ലേ പപ്പ? ആദ്യം നെല്ലിക്ക കഴിച്ചായിരുന്നോ? നല്ല കയ്പാണെങ്കിലും വെള്ളം കുടിക്കുമ്പോ അതിനെ കിട്ടുന്ന പ്രതീക്ഷ. എനിക്ക് ഒരു നെല്ലിക്ക തന്നു കേട്ടോ. ഓർമ്മല്ല കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ കയറി പറിച്ചു തരാൻ മതി. നല്ല മധുരം കേട്ടോ. പപ്പയാണെങ്കിൽ കയ്പും നെല്ലിക്കയും കഴിച്ച വെള്ളം കൂടെ കുടിച്ച ഭയങ്കര മധുരാന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ കിട്ടുന്ന പോലെ അല്ല കേട്ടോ. കുഞ്ഞു നെല്ലിക്ക. കേട്ടോ. ഇതുപോലെ നെല്ലിക്ക ആരും കിട്ടില്ല. കട പോയാൽ കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ 1 കിലോമീറ്ററോളം ഈ മലയിൽ നടന്നു വന്നതിന്റെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നല്ല കാറ്റ് വന്നിട്ടുണ്ട്. നെല്ലിക്ക വെള്ളം കുഴിക്കും. വെള്ളം വേണം. താഴേന്ന് കൊണ്ടുവന്ന് നമ്മളാ മറ്റേ കുഞ്ഞു കെന്റിന്ന് കൊണ്ടുവന്ന് വെള്ളം. ഇനി നമ്മൾ ഈ പുറകെ കാണുന്നുണ്ട്. ഈ പാറയും കൂടെ നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഹിൽ ടോപ്പിൽ ചെന്ന് നിന്ന കൂട്ടുകാരപ്പം നമ്മൾ പപ്പ ആരാന്ന് പറഞ്ഞില്ല. ഇത് നമ്മുടെ സുഹൃത്തിന്റെ അച്ഛനാട്ടോ. നമ്മുടെ ജിബിൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന്റെ അച്ഛനാണിത്. നമ്മുടെ എല്ലാവരും പപ്പയായത്. വഴികാട്ടി. അപ്പൊ നമ്മുടെ ഈ മലയൊക്കെ കയറാൻ ഇന്ന് പപ്പയാണ് ഇന്ന് സഹായിച്ച് എല്ലാ വഴി കൂടെ കയറ്റി എല്ലാം അറിയാവുന്ന ആളാട്ടോ. നമ്മുടെ ഇടയ്ക്ക് ഇനി വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന നമ്മുടെ ഗസ്റ്റാ, നമ്മുടെ സ്വന്തം ഗസ്റ്റാ. ചുമ്മാ പറഞ്ഞാട്ടോ. ഈ ഇതിന്റെ മുകളിൽ കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാളാ. അതെ, വെള്ളം കുടിച്ചു നെല്ലിക്ക കുടിച്ചു എല്ലാം നിന്ന് പിന്നെ സൂപ്പറായിട്ട്. ഇനി പപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ കപ്പയും കൂടെ പുഴുങ്ങി തരും. കപ്പയും കൂടെ പുഴുങ്ങും. ഇപ്പൊ തന്നെ അത് തന്നെ കാട്ടുകപ്പയല്ല, നല്ല കാന്താരി മുളകും. നല്ല കാന്താരി മുളക് അത് കാണിച്ചു തരാം. നമുക്ക് അവിടെ ചെല്ലുമ്പോ നോക്കാം. അപ്പൊ ഇനി നമുക്ക് മുകളിൽ ചെന്ന് കപ്പ പുഴുങ്ങാം.
നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളമാണ്. ഇതുണ്ടോ കണ്ണീര് പോലെ വെള്ളം. എൻ്റെ വീട്ടിൽ ഇത്ര നല്ല വെള്ളമില്ല. ഇതിലെ കയറിയിട്ട് ഈ വെള്ളച്ചാട്ടം ഇല്ലേ, വെള്ളം വന്ന് കഴിക്കും. ഈ മുള്ള പഴുത്ത പിടിച്ച് കൂട്ടോ ഭയങ്കര മുള്ളാണ്. കുഴപ്പമൊന്നുമില്ല. ഞായറിട്ട് കേട്ടോ ഇത് പറയുന്നത് ഞങ്ങൾ നല്ല സെറ്റപ്പായിട്ട് കുരുകുരുന്നുള്ള വിറ കേട്ടോ. നല്ല സൂപ്പറായിട്ട് കൊത്തും കേട്ടോ. കടക്കടാന്നാണ് കേൾക്കണം. ഭയങ്കര ഇതാട്ടോ. പിഴിയുന്ന ആളി കൊത്തുകയും ചെയ്യും. വേറെ എന്തോരം വേണം. ഇപ്പോൾ ഞാൻ ഒരു 2 ഇത് എടുക്കുന്നുണ്ടല്ലോ. വലിയ ഒരു അടുപ്പ് കല്ലും കൂടെ ഉണ്ടാക്കി ഒരു ക്ഷീര പണി 3 കല്ലും എടുത്ത് വെച്ചാൽ മതി. ചട്ടപ്പൊക്കെ നീച്ചപ്പോൾ എല്ലാം ചുറ്റി ചുറ്റി അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാലോ കട്ടക്കട്ടാന്ന് ചെയ്യും. ഓ പിന്നെ ഒരു ചവിട്ട് കൊടുത്താൽ മതി. തീ വെക്കാൻ പോട്ടോ അടുപ്പില്ലേ. ഞങ്ങൾ നല്ല വലിയ നല്ല നല്ല കപ്പയാണ്. ഈ മലയാളല്ലോ മുട്ടായാലും എല്ലാ അസുഖവും പോകും. നല്ല സുന്ദരമായ സ്ഥലം. നല്ല വെള്ളം. ഇത് നോക്കിയാൽ എന്നെ രസമെന്ന് വെച്ചാൽ നല്ല കപ്പയൊക്കെ തിന്നുമ്പോൾ ഞങ്ങൾ ഇച്ചിരി അടുത്ത മധുരക്കിഴങ്ങും കപ്പയും കൂടെ ഒന്ന് വെക്കാൻ പോകണം. ഇന്ന് ഞങ്ങൾ മധുരക്കിഴങ്ങും കപ്പയും കൂടെ ഇപ്പം തന്നെ ഞങ്ങൾ ശരിയാക്കും. താമസമില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടോ സാറില്ല. എന്നാലും കുഴപ്പമില്ല. സാറില്ല എന്നാലും സഹിക്കാം നമുക്ക്. 7 ഇരിക്കുവാണെങ്കിൽ 6 ഇരിക്കാൻ പാടില്ലേ. പിന്നെ എന്നെ കുഴപ്പമെന്നാന്നേ അടിപൊളിയായിട്ട് അപ്പം മധുരക്കിഴങ്ങ് കൂടെ അപ്പത്തേക്ക് വെക്കാം. വെള്ളം നല്ല വെള്ളം പൊളിച്ച് തൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടങ്ങളോ അടുപ്പിലേക്ക് തീ കത്തിക്കും കേട്ടോ. കപ്പ അപ്പം റെഡിയാവും. നമ്മൾ കപ്പ പൊറുക്കാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. വട്ടം അരച്ച കപ്പ കേട്ടോ. തീ തിക്കാവും. തീ പിടിക്കാനുള്ളൂ. ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ കത്തിയിട്ടുണ്ട് കേട്ടോ. അടുപ്പത്തേക്ക് വെച്ചാൽ ഞാൻ ഇത് 2 ഇല സെറ്റ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ. ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇതാണ് നമ്മുടെ ഇല. അന്നൊക്കെ നമ്മളിങ്ങനെയാണ് തിന്നുകൊണ്ടിരുന്ന. പിന്നെ വേറെ പ്രത്യേകത എന്താ, അതിവിടെ ഉണ്ട്. അത് പേഴെന്ന് പറയും. അതിൻ്റെ ഉപ്പമൊക്കെ നമ്മൾ തിന്നുകൊണ്ടിരുന്ന. ഈ ഇല വാങ്ങിച്ച് ഇതിനകത്ത് നമ്മൾ ചോറ് കൊണ്ടുകൊണ്ടിരുന്നു. നല്ല പണ്ട് മനസ്സിലേക്കണ വേറെ ഒരു അഴുക്കുമില്ല. നല്ല വട്ടയിലയിൽ നമ്മൾ കപ്പയും തൈരും കൂട്ടി കാന്താരിമുളകൊക്കെ പൊട്ടിച്ച് അടിച്ച് പൊടിച്ച് ഇതിനകത്ത് തിന്നു കഴിഞ്ഞാണല്ലോ സൂപ്പർ കേട്ടോ. എന്നെ ടേസ്റ്റാന്ന് പറയുമോ. ഇപ്പോൾ ഉള്ളവർക്ക് പ്ലേറ്റിൽ തന്നെ ഒരു നല്ലതാണ്. ഇതുവരെ ആരും തിന്നിട്ടുണ്ടോ? അപ്പോൾ ഞാനിത് ഇലയൊക്കെ പറിച്ച് വെച്ചു കേട്ടോ. റെഡി ആയിക്കൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ഇച്ചിരി തൈര് ഒഴിച്ചു. ഒരു കത്തി ഒരെണ്ണം മതിയല്ലോ. നമുക്ക് ഒത്തിരി കത്തി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് വീഡിയോയില് നമ്മളത് മലയൊക്കെ കയറി മടുത്തൂല്ലേ? മലയൊക്കെ കയറി ഞങ്ങൾ ഭയങ്കരമായിട്ട് മടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്ഷീണമായിട്ട് ചെറിയൊരു രസം അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. അതിനകത്ത് പറയാൻ പറ്റില്ല. മലയിലങ്ങ് കയറി വന്നപ്പോഴും നമുക്ക് ഇച്ചിരി ഒരു റിലാക്സേഷൻ. ഈ ടോപ്പിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് അത് വരെ ഉള്ളല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഞങ്ങള് പിന്നെ ഉണ്ടല്ലോ ആ നെല്ലിക്ക കിട്ടിയ നെല്ലിക്ക ഉണ്ടല്ലോ, ഈ കടയിൽ നിന്ന് വാങ്ങുന്ന നെല്ലിക്ക പോലും നല്ല അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം കഴിക്കും, പിന്നെ നമ്മുടെ പഴഞ്ചൊല്ല് പറയണ. അതെ, പിന്നെന്ന് പറഞ്ഞാ ഓരോ 1.5 മധുരം ഒന്നും പറയാനില്ല. നമ്മള് പണ്ടൊക്കെ അതൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ വാങ്ങിട്ടില്ല. ആ നെല്ലിക്ക ഞാൻ പോലെ പറിക്കാന്ന് പറഞ്ഞ ഇപ്പോഴും ഭയങ്കര വെള്ളം വരും. ഞാൻ രസമായിരുന്നു.
നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടി. അല്ല എന്നാലും കിട്ടിയല്ലോ. അതെ, കുറച്ച് നെല്ലിക്കൊക്കെ കിട്ടി. അപ്പൊ ഇന്നത്തെ ട്രക്കിങ് ഒന്നും പറയാനില്ല കേട്ടോ, നല്ല രസമായിരുന്നു. പപ്പ ഞങ്ങളെ കുറെ സൂപ്പറായിട്ട് ഞങ്ങളെ ഓരോ സ്ഥലങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങളിപ്പോ ഇതുണ്ടോ, അതെ ചെറിയുള്ളി ഞാനും പപ്പ ഞങ്ങളുടെ പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ആശാന്റെ തക്കാളി അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മള് തൈരും കൂടെ പൊട്ടിച്ച്, ആ ക്യാരറ്റും ഉണ്ട്, തക്കാളിയും കൂടെ പൊട്ടിച്ച് ഇച്ച് മുളകും കൂടെ ഇട്ട് കൂട്ടിയിട്ട് പിന്നെ നമ്മുടെ കപ്പ അല്ലേ, നല്ല വെന്ത കപ്പ, നാടൻ കപ്പയും കൂടെ കൂടി മുക്കി തിന്ന അടിപൊളി അടിപൊളി സാധനം. അതാ ഇന്നൊന്നും പറയാനല്ലോ കേട്ടോ. എന്താന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും. ഇപ്പൊ തന്നെ രാവിലെ കേറാൻ തുടങ്ങി കേട്ടോ നമ്മള്. അതെ, നമ്മള് രാവിലെ കേറാൻ തുടങ്ങിയിട്ട് ഉച്ച സമയം വരെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നെല്ലിക്കയും വെള്ളം നെല്ലിക്കും വെള്ളത്തിൽ പുറത്ത് നമ്മള് ഭയങ്കര എനർജി ആട്ടോ. എന്നാന്നറിയില്ല, പപ്പയുടെ എനർജി ഞങ്ങൾക്ക് കിട്ടിയതാണ്. കപ്പയുടെ കൂടെ കഴിക്കാനുള്ള തൈര് കൂട്ടാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളി ചതച്ച് വെച്ചേക്കുന്നു, ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്, വെള്ളക്കകത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന നമ്മുടെ പച്ചക്കാന്താരി. എന്റെ പൊന്നോ, ഇതാണ് നമ്മുടെ കപ്പയുടെ. അപ്പൊ ഇവനെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇവന് ഈ ചിരട്ട കൂട്ടി അങ്ങോട്ട് ഉടച്ചു കൊടുക്കുക, ഈ കാന്താരിനെ ഉപ്പിനെ അങ്ങോട്ട് കൂട്ടി ഓട്ടണ കൂട്ടി. പൊട്ടി തകർക്കുക സാധനം. പൊട്ടിയിട്ട് ഇവന്റെ അരിയൊക്കെ പുറത്തേടി. കുഞ്ഞങ്കാന്താരിയുടെ സഹോദരനായ ഉള്ളീനെ കൂടെ നമ്മളിട്ട് നല്ല സെറ്റാക്കി അങ്ങോട്ട് ഞെക്കി ചേർത്ത് അവൻ്റെ ആ നീരും കൂടെ ഇറക്കി അങ്ങ് കൊടുക്കുക. നമ്മുടെ മുളക് ചമ്മന്തി റെഡി. നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കിയ പാത്രത്തിലോട്ടാണ് തൈര് കൂട്ട് ഒഴിക്കാൻ, തൈര് കൂട്ട് റെഡിയാക്കണേ. അപ്പോൾ നമുക്ക് കട്ട തൈര. അപ്പോൾ നമ്മുടെ ഈ കട്ട തൈരിനകത്തേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മുളക് ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തിക്കകത്തുനിന്ന് ആവശ്യത്തിനുള്ള മുളക് നമ്മൾ ഒരുപാട് ഇടുന്നില്ല, എരിവൊക്കെ നോക്കിയിട്ടാണ് ഇടുന്നത്. ആവശ്യത്തിനുള്ള മുളക് ചമ്മന്തിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഉപ്പും കൂടെ ഇട്ടു. ഇനി ഇവനെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടാം, നമുക്ക് മിക്സ് ചെയ്യാം. ഇളക്കണ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വന്നു, കഴിക്കാൻ തോന്നുന്നു. അടിപൊളി സാധനം. ഇങ്ങനെ വട്ടം പോവില്ല, ഇത് ഇങ്ങനെ വന്നിട്ട് എന്നെ കാണിച്ചാലും അങ്ങനെ. നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണത്. ഏകദേശം വേവായി വരുന്നു. കപ്പയും മധുരക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഇതിൻ്റെ വെള്ളം ഊറ്റി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, എടുക്കാം. ആ കലത്തിലേക്ക് അടുപ്പിക്കണം. ഒഴിച്ചു. അടിപൊളിയായിട്ട് എൻ്റെ കാന്താരി ഉണ്ട് കേട്ടോ, നല്ല കാന്താരി കേട്ടോ. ഇത് നോക്കിയേ, ഇത് കണ്ടു കഴിഞ്ഞാണല്ലോ ഉപ്പുള്ള കേട്ടോ, നല്ല നല്ല കാന്താരി കേട്ടോ. നല്ല കാന്താരിയാണ്. കപ്പയും വെന്തിട്ടുണ്ട്, നല്ല കപ്പയാണ്, നല്ലപോലെ വെന്തു. നല്ല അഴും കൂട്ടി സോഫ്റ്റ് ആയിട്ട് കഴിക്കണം. എന്തെങ്കിലും അതിൻ്റെ
നല്ല ടേസ്റ്റ് നല്ല നിങ്ങൾ കാന്താരി കൂട്ടി തൈരും കൂട്ടി ആ തൈരും കൂട്ടി കഴിക്കും നല്ല അടിപൊളി. നല്ല സൂപ്പർ കേട്ടോ. അതായത് കാന്താരി എന്ത് നല്ലതാണ്. കാന്താരിയും വേണം തൈരും വേണം. ഇടയ്ക്ക് ഒന്ന് മുക്കുക. തൈരിന്റെ പുളിയും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അടിപൊളിയാ. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? സൂപ്പർ കേട്ടോ. നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അത്ര നല്ല സൂപ്പർ കേട്ടോ. നല്ല നല്ല കാന്താരിയും പ്രത്യേക ഒരു രസമല്ലേ? ഭയങ്കര രസം. നല്ല സെറ്റപ്പാണ്. ഇതിങ്ങനെ തിന്നാൻ മതി. ഇങ്ങനെ മുക്കിയിട്ട് വതക്കി എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും കാന്താരിക്കകത്തിട്ട് ഇളക്കണം. അങ്ങനെ ഇളക്കി മറിച്ച് ഉരുട്ടി അവന്റെ എല്ലായിടത്തും പറ്റിക്കണം. എടുത്തിട്ട് ഇങ്ങനെ നല്ല എരിവുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ട്. നല്ല കാന്താരിയാണ്. കുഞ്ഞി കാന്താരി കേട്ടോ. കൂടുതൽ എരിവൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ മോര് ചമ്മന്തി അടിപൊളിയാ. വേണമെങ്കിൽ ഞാൻ നമ്മുടെ മധുരക്കിഴങ്ങൊന്ന് നോക്കാം. നല്ല അതിനും ബന്ധമുണ്ട് കേട്ടോ. മധുരക്കിഴങ്ങ് നല്ല മധുരം. നല്ല മധുരം. നല്ല മധുരക്കിഴങ്ങ് അല്ലേ? മധുരക്കിഴങ്ങിന് മധുരക്കിഴങ്ങ് നല്ല മധുര. ഇത് ഞാനും പയ്യ മധുരക്കിഴങ്ങിലേക്ക് പയ്യ ഒന്ന് മാറ്റം പിടിച്ചേക്കുവാണ്. നല്ല എരിവുണ്ട്. എരിവ് ഇച്ചിരി കൂടിപ്പോയി. അപ്പൊ അതുകൊണ്ട് മധുരക്കിഴങ്ങൊന്ന് കഴിച്ചോ. അങ്ങനെയാണ്. ശരിയാട്ടോ. എരിവ് കുറയ്ക്കണ നെല്ലിക്ക ഉണ്ട് കേട്ടോ. നെല്ലിക്ക ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കയ്യിൽ കപ്പ എടുക്കുക, ഒരു കയ്യിൽ കട്ടൻ എടുക്കുക. എന്നിട്ട് ഇവൻ ഇങ്ങനെ എടുത്തിട്ട് ഈ മുളകിനകത്തിട്ട് ഇങ്ങനെ ഇളക്കങ്ങടെ ഇളക്കണം. ഇളക്കിയിട്ട് പയ്യ തൈരിൽ ഇങ്ങനെ മുക്കിയണം. പൊക്കി എടുക്കുക. സൂപ്പർ കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി. സൂപ്പറാ. അതെ ഇന്ന് പപ്പയുള്ള കാരണം അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക്. നല്ല പപ്പയാണ് ഇന്നത്തെ താരം. നല്ല തൈരും കപ്പ അങ്ങ് ഇറങ്ങി ചെല്ലണതോടൊപ്പം തന്നെ കട്ടനും കൂടെ എങ്ങനെയാണല്ലോ. കാരണം പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. ഇത് തൊലിയൊക്കെ ഉണ്ടല്ലോ. ഇത് തൊലി കളയാട്ടോ. ഇത് തൊണ്ട് കൊടുക്കണം കേട്ടോ. അതെ, എളുപ്പമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി. പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. നല്ല മധുരമുണ്ട് കേട്ടോ. മധുരയുടെ നമ്മൾ തൊലി എത്താതെ കേട്ടോ നമ്മൾ കുഞ്ഞ. പക്ഷേ ഉണ്ടല്ലോ എന്നാൽ നല്ല തൊലി തന്നെ ഉണ്ടോ. ജസ്റ്റ് ഒന്ന് തിരുമിയാ മതി. തിരുമാ മതി. പൊടിയെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ട് മുക്കി ഞാനും ഒന്ന് ഒരു പിടുത്തം പിടിച്ചോ. ഒരു കോമ്പോ വെച്ചാലോ. ഒരു പിടുത്തം പിടിച്ചോട്ടെ. അപ്പൊ ആദ്യം ആര് മുക്കും? ആദ്യം നമ്മള് രണ്ടുപേരും കൂടെ ഒപ്പം മുക്കണം. ചിരട്ടയ്ക്കകത്ത് സ്ഥലമില്ല. അത് പറ്റൂല, അത് പറ്റൂല. ഇതിലിട്ട് ഇളക്ക. പപ്പയ്ക്ക് അതെ ഇന്ന് പപ്പയുടെ കൂടെയുള്ള മലകയറ്റമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാവർക്കും അതെ ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ. ഓക്കെ.